നമസ്കാരം. ഹോസ്റ്റൽ മുറിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അലഹബാദ് സർവകലാശാലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലെ ബിരുദ വിദ്യാർത്ഥിയായ പ്രഭാത് യാദവിനാണ് നിലവിൽ പരിക്കേറ്റത് എന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ PC ബാനർജി ഹോസ്റ്റലിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ രാജേഷ് കുമാർ യാദവ് പറയുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം ഇത് ബോംബ് പൊട്ടിത്തെറിച്ചതിന് ശേഷം വിദ്യാർത്ഥിയുടെ കൈക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കോടുകൂടി തന്നെ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും എന്തിനാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ഒരു ബോംബ് നിർമ്മാണം നടത്തിയത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇക്കാര്യം പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുകയും ചെയ്യും. പ്രഭാത് യാദവ് എന്ന ഈ വിദ്യാർത്ഥിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോലീസ് ഇതുവരെയും കടന്നിട്ടുമില്ല. പ്രഭാത് യാദവിനെതിരെ ഉടൻ കേസ് എടുക്കുമെന്ന് കൂടി ACP പറയുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികളെ കരുവാക്കിക്കൊണ്ട് ആരാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയാൻ ഇവർക്ക് പിന്നിലുള്ളത് എന്ന കാര്യം കൂടി പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും പാർലമെന്റിൽ നടന്ന അപ്രതീക്ഷിതമായ ഒരു അതിക്രമ സംഭവം, അതിന് പിന്നിലും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ യുവാക്കളായ ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഭരണകൂടം നോക്കിക്കാണുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികളെ ബലിയാടാക്കിക്കൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്, അതിനൊക്കെ പിന്തുണ നൽകുന്നതും ഫണ്ട് ചെയ്യുന്നതും ആരാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.